സംഘപരിവാർ പ്രസിദ്ധീകരണമായ കേസരിയിൽ ക്രൈസ്തവർക്കെതിരെ ലേഖനം. മിഷണറിമാർ മതം മാറ്റുന്നവരെന്നും രാജ്യവിരുദ്ധരെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജുവിന്റെ ലേഖനത്തിൽ പറയുന്നു. ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമമെന്നാണ് വിമർശനം. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഒരു വശത്ത് പാർട്ടിയിലെ ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേക യോഗം ചേരുന്നു, മറുവശത്ത് കേസരിയിൽ ക്രൈസ്തവർക്കെതിരെ ലേഖനം വരുന്നു. എന്താണ് ഈ ലേഖനത്തിൽ പറയുന്നത് സജോ? സ്മൃതി, BJP സംസ്ഥാനത്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് പിന്തുണ നേടാനുള്ള സജീവ ശ്രമം ഒരു വശത്ത് അത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് സംഘപരിവാറിന്റെ RSSന്റെ തന്നെ മുഖമാസിക എന്ന് വിളിക്കാൻ കഴിയുന്ന പ്രസിദ്ധീകരണമായ കേസരിയിലാണ് ക്രൈസ്തവ വിരുദ്ധ ലേഖനം വന്നിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ES ബിജുവാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. രാജ്യത്ത് ഒന്നാകെ വലിയ മതപരിവർത്തനത്തിനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു. അങ്ങനെ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാനുള്ള പദ്ധതിയുണ്ട് എന്ന് ഈ ലേഖനം പറയുന്നു. മിഷണറിമാർ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ മതം മാറ്റുന്നവർ രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധരുമായി മാറുകയാണ് ചെയ്യുന്നത്. ക്രൈസ്തവർ ചെന്ന ഇടങ്ങളിലെല്ലാം വലിയ തോതിൽ മതപരിവർത്തനം നടത്തുകയും ആളുകളെ അവരുടെ മതത്തിലേക്ക് എത്തിക്കുകയും അതുവഴി അവിടെയുള്ള പഴയ സംസ്കാരങ്ങളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു എന്ന പരാമർശമടക്കം ഇതിലുണ്ട് എന്നതാണ്. അതായത് അവിടെയുള്ള തദ്ദേശീയരായ ആളുകളുടെ ഭാഷയിലും സംസ്കാരത്തിലുമൊക്കെ പിന്നീട് അധിനിവേശം നടത്തുകയാണ് എന്നുകൂടി പറയണം. അതിനുശേഷം നോർത്ത് ഈസ്റ്റിലെ മതപരിവർത്തനത്തെക്കുറിച്ച്, അതായത് കാര്യമായ ക്രൈസ്തവ സാന്നിധ്യമുള്ള വിവിധ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അവിടെ വിഘടനവാദ ചിന്ത ഉയർത്തി അവിടെയുള്ള ആളുകളെയൊക്കെ സായുധ വിപ്ലവത്തിലേക്ക് മറ്റും നയിക്കുകയാണ് എന്ന് പറയുന്നു. അതായത് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം ആകെ എഴുതിയിരിക്കുന്നത്. അവിടെ മിഷണറിമാർ ചെയ്യുന്നത് ആളുകളെ അവരുടെ സംസ്കാരം നശിപ്പിച്ച് ക്രൈസ്തവ സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ആ മതപരിവർത്തനം പൂർണ്ണമായും നിരോധിക്കാൻ കഴിയണം. അതിനാവശ്യമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നും ഈ ലേഖനത്തിൽ ലേഖകൻ പറയുന്നുണ്ട്. മിസോറാം, ഒഡീഷ, നാഗാലാൻഡ്, അരുണാചൽ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സായുധ കലാപത്തിന് മിഷണറിമാർ വിപ്ലവ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്തു എന്ന പരാമർശം ഇതിലുണ്ട്. തുടങ്ങി ക്രൈസ്തവ സഭകൾ രാജ്യത്തെമ്പാടും ചെയ്യുന്നത് മതപരിവർത്തനത്തിനു വേണ്ടിയും ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്ന സൂചന നൽകുന്ന പരാമർശങ്ങളാണ് ഇതിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെ സമ്പൂർണ്ണമായും പ്രതിരോധിക്കണം. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിക്കകത്ത് മാത്രം നിന്നാൽ പോരാ, അതിന് ഭരണഘടന ഭേദഗതി വേണമെങ്കിൽ അതും വേണം എന്ന നിലയ്ക്ക് കടുത്ത വിമർശനങ്ങൾ ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ മിഷണറിമാർക്കും എതിരെ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലടക്കം ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തുടങ്ങി രാജ്യത്തിന്റെ മുഴുവൻ പശ്ചാത്തലവും കേരളത്തിന്റെ കാര്യവും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ന്യായമായ നടപടി, നിയമപരമായ നടപടി മാത്രമാണെന്നും വിവിധ ഇടങ്ങളിൽ സർക്കാരുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇതിലൂടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു തുടങ്ങി പല തരത്തിലുള്ള പരാമർശങ്ങളും അതിരൂക്ഷ കടുത്ത പരാമർശങ്ങളും ചില ഘട്ടങ്ങളിൽ വിദ്വേഷ പരാമർശങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷന്റെ കേസരിയിലെ ലേഖനം. BJP നേതാക്കളാരെങ്കിലും ഈ സംഭവത്തോട് പ്രതികരിക്കുന്നുണ്ടോ, ലേഖനത്തോട് പ്രതികരിക്കുന്നുണ്ടോ? നേരത്തെയും, അതായത് ഇക്കാര്യത്തിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ അവരുടെ അറസ്റ്റിന് പിന്നാലെ BJPയിലെ സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെടും, പ്രശ്നപരിഹാരം ഉണ്ടാക്കും, അതിൽ തങ്ങൾ ഇടപെട്ടു എന്ന അവകാശവാദമൊക്കെ തുടർച്ചയായി ഉന്നയിച്ചതാണ്. ആ ഘട്ടത്തിലും ഹിന്ദു ഐക്യവേദി മറിച്ചൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതായത് ഇവിടെ സജീവമായ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തുടങ്ങി പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചതാണ്. BJPയുടേത് അവരുടേത് പ്രത്യേക നിലപാടാണ് എന്ന് വന്ന് ഹിന്ദു ഐക്യവേദി നിലപാട് വ്യക്തമാക്കിയിരുന്നത്. സംഘപരിവാറിന് ഏതായാലും ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം എന്നത് വളരെ കൃത്യമാണ്. അതേസമയം ഈ വിഷയത്തിൽ BJPയുടെ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാജ്യത്തുടനീളം ക്രൈസ്തവർക്ക് സുരക്ഷയൊരുക്കാം, അവർക്ക് BJPയുമായി ചേരാം എന്നെല്ലാമുള്ള പ്രചാരണങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ BJP അവരുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ക്രൈസ്തവ നേതാക്കൾക്ക് വേണ്ടി യോഗം വിളിക്കുന്നു, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സെല്ലുണ്ടാക്കുന്നു, അതിനുശേഷം സഭാ നേതൃത്വവുമായി ആശയവിനിമയത്തിന് ശ്രമം നടത്തുന്നു, ക്രൈസ്തവരുടെ മുഖപ്രസിദ്ധീകരണത്തിന്റെ ഓഫീസ് സന്ദർശിക്കുന്നു. അങ്ങനെയുള്ള പലതരം പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെയാണ് കേരളത്തിലെ സംഘപരിവാർ എന്തായാലും അവരുടെ കൂടി നിലപാട് എന്ന നിലയ്ക്കായിരിക്കുമല്ലോ ഇത് അവരുടെ മുഖമാസികയിൽ തന്നെ പ്രസിദ്ധീകരിക്കുക. അതിലേതായാലും BJP നേതൃത്വം ഔദ്യോഗികമായ നിലയ്ക്കൊരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സംഘപരിവാർ നിലപാട് ഈ കാര്യങ്ങളിലെല്ലാം എന്താണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് കേസരിയിലെ ലേഖനം. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. സംഘപരിവാർ പ്രസിദ്ധീകരണമായ കേസരിയിലാണ് ക്രൈസ്തവർക്കെതിരെ ലേഖനം വന്നിരിക്കുന്നത്. ലേഖനം എഴുതിയത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്.